ഹലോ, വെൽക്കം ടു CC പ്ലസ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് ഏത് ടോപ്പിക്കാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? അതായത് 10ാം ക്ലാസ്സിലെ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്ററിലെ ഹേർട്ട് എന്ന് പറയുന്നൊരു പോർഷനാണ് നമ്മളിന്നിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പഠിച്ചെങ്കിൽ മാത്രമാണല്ലേ, പണ്ടത്തേതുപോലെയൊന്നും അല്ല, നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു പോർഷനാണ് ഈ ഹേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 11th ഈ നവോദയ സ്കൂൾ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു സെഷനും കൂടിയാണ് ഇന്നത്തേത്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? വളരെ സിംപ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഔർ പമ്പ് അല്ലേ? ബോഡിയിലെ പമ്പാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ബിക്കോസ് അവർ ഫിസ്റ്റ് എന്നാ പറയുക. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ എത്രയാണോ അത്രയാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതേപോലെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗൻ ആണ്. ഏത് മസിൽസ് ആണ്? കാർഡിയാക് മസിൽസ് ആണ്. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗൻ ആണ് വിച്ച് ഈസ് ബിക്കോസ് അവർ ഫിസ്റ്റ്. അതേപോലെ ഹാർട്ടിന് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ഉണ്ട്. എത്ര ചേമ്പേഴ്സ് പ്രസൻ്റ് ആണ്? മാമൽസിലും ബേർഡ്സിലും 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അപ്പോൾ 4 ചേമ്പേഴ്സ് ഉണ്ട്. എന്തിനാണ് ഈ 4 ചേമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിയോക്സിജനേറ്റഡും ഓക്സിജനേറ്റഡുമായിട്ടുള്ള ബ്ലഡിൻ്റെ ഇൻ്റർമിക്സിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 4 ചേമ്പേർഡ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ഫിഗറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്? അയോട്ടയെക്കുറിച്ച് പറയുന്നുണ്ട്. അയോട്ട എന്ന് പറയുന്നതാണ് മെയിൻ വെയിൻ ആണ്. നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആള് അയോട്ടയാണ്. അയോട്ട എവിടെ നിന്നാണ്? ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് റൈസ് ചെയ്യുന്നത്. അതേപോലെ വിനാ ക്യാവാസ് പ്രസൻ്റ് ആണ്. അതായത് വിനാ ക്യാവ എന്ന് പറയുന്നത് സുപ്പീരിയർ വിനാ ക്യാവയുണ്ട്, ഇൻഫീരിയർ വിനാ ക്യാവയുണ്ട്. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ബോഡിയുടെ ഡിഫറെൻ്റ് റീജിയനിൽസിൽ നിന്നും കൊണ്ടുവരുന്നതാണ് ഈ വിനാ ക്യാവ എന്ന് പറയുന്നത്. ഇനി അതേപോലെ എന്താണ്? റൈറ്റ് ഏട്രിയം പ്രസൻ്റ് ആണ്. അതേപോലെ റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതാണ് ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഇവിടെ സെപ്റ്റം ഉണ്ട്. സെപ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞതുപോലെ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിളിനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നും, അതേപോലെ റൈറ്റ് ഓറിക്കിളിനെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നും പറയും. അപ്പോൾ ഇവിടെയും സെപ്റ്റം പ്രസൻ്റ് ആണ്, ഇവിടെയും സെപ്റ്റം പ്രസൻ്റ് ആണ്. വെൻട്രിക്കുലാർ സെപ്റ്റവും പ്രസൻ്റ് ആണ്. അതേപോലെ ഓറിക്കിളിനെയും വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ റൈറ്റ് ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നും, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നും പറയും. അതേപോലെ ഹാർട്ടിന് 2 വാൽവ് പ്രസൻ്റ് ആണ്. ട്രൈകസ്പിഡും ബൈകസ്പിഡും. ഓക്കെ, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. അപ്പോൾ ഇത്രയുമാണ് ഹാർട്ടിനെ കുറിച്ച് ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വിനാ ക്യാവയുണ്ട്. അപ്പർ ബോഡിയിൽ നിന്നും ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവരുന്ന വിനാ ക്യാവ. അതേപോലെ ലോവർ സൈഡിൽ നിന്നും ബ്ലഡ് കൊണ്ടുവരുന്ന വിനാ ക്യാവ. കണ്ടല്ലോ. ഇനി ഇതിനകത്ത് ഈ വിനാ ക്യാവാസ് ബ്ലഡ് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? റൈറ്റ് ഏട്രിയത്തിലാണ് ബ്ലഡ് കൊണ്ടെത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലഡ് വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? ബ്ലഡ് വന്നു, ഈ റൈറ്റ് ഏട്രിയം ഒന്ന് റിലാക്സ്ഡ് ആയി. അതിനുശേഷം റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ഇവിടെ നിന്ന് വാൽവ് വഴി ബ്ലഡ് എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്? വാൽവ് വഴി എങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ആരുള്ളത്? പൾമണറി ആർട്ടറീസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി ബ്ലഡ് എങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നു? ലങ്സിലേക്ക്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വന്നു. ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും
പൾമണറി ആർട്ടറി വഴി എങ്ങോട്ടേക്ക് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ലങ്സിൽ വെച്ച് ബ്ലഡ് ഓക്സിജനേറ്റ് ചെയ്യപ്പെട്ട് പിന്നീട് പൾമണറി വെയിൻ വഴി എവിടെ തിരിച്ചെത്തുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിൽ തിരിച്ചെത്തുന്നു. അവിടെ ബ്ലഡ് റിസീവ് ചെയ്ത് ലെഫ്റ്റ് ഏട്രിയം ഒന്ന് റിലാക്സ് ആയി, അതിനുശേഷം ലെഫ്റ്റ് ഏട്രിയം ഒന്ന് കോൺട്രാക്ട് ചെയ്യും. ലെഫ്റ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്നത് എന്തിനാണ്? എങ്കിലാണ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോരുന്നുള്ളൂ. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പിന്നീട് അയോട്ട വഴി ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ഇതാണ് നോർമലി ഉള്ള ബ്ലഡ് പമ്പിങ് മെക്കാനിസം. ഇവിടെ ഡിയോക്സിജനേറ്റഡ് ആണ്, ഇവിടെ ഓക്സിജനേറ്റഡ് ആണ്. പൾമണറി ആർട്ടറി ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ആളാണ്. ഇനി ഈ ഹാർട്ടിൻ്റെ വാൾ തിക്കനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ 4 വാളിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഫിഗറിൽ നോക്കുവാണെങ്കിലും അറിയാം എന്താണ്, ഒരു തിക്കനിങ് കുറച്ച് കൂടുതലാണെന്നറിയാം അല്ലേ. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് അല്ലേ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് പെരികാർഡിയം എന്ന് പറയും. ഈ പെരികാർഡിയത്തിന് ഇടയിൽ ഒരു ഫ്ലൂയിഡ് പ്രസന്റ് ആണ്. എന്താണ്? പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതൊരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. ഇതിൻ്റെ ഈ വാൾ ലെയേഴ്സിൽ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തേക്കാളും എന്ത് കൂടുതലാണ്? തിക്നെസ് കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും ആ തിക്നെസ് കൂടുതൽ ഉണ്ടാവുക? കാരണം ഈ ഒരു ഭാഗത്തു നിന്നാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അല്ലേ. അതായത് ബോഡിയിലേക്ക് മൊത്തം ഭാഗത്തേക്ക് അയോട്ട വഴി ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പമ്പിങ് പ്രഷർ കൂടുതലാണ് കേട്ടോ. പമ്പിങ് പ്രഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ബാക്കിയുള്ളതിനേക്കാളും തിക്നെസ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സർക്കുലേഷൻ എന്നുള്ളത് മനസ്സിലായോ? അടുത്ത ഫിഗറിലേക്ക് നോക്കിക്കേ. ഇത് എങ്ങനെയാണ് ലങ്സും അതേപോലെ ബോഡിയിലെ ആർട്ടറീസും അതേപോലെ ചെറിയ ചെറിയ കാപ്പിലറീസും ഒക്കെ ആയിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെ എക്സ്ചേഞ്ച് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഫിഗർ പറയുന്നത്. അപ്പോൾ ഇവിടെ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത് ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുവന്ന് ലങ്സിൽ വെച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്തതിന് ശേഷം പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് വരും. അതിനുശേഷം എങ്ങോട്ടേക്ക് വരും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അതിനുശേഷം അയോട്ട വഴി ബോഡിയിലേക്ക് എല്ലായിടത്തേക്കും പമ്പ് ചെയ്യാണ്. അതിനുശേഷം ഈ ആർട്ടറീസുമായിട്ട് ചെറിയ ചെറിയ കാപ്പിലറീസും ഒക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഓക്സിജനേറ്റഡ് ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ കാണിക്കുന്നുണ്ട്. വെയിൻ വഴി എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്? ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അത് ബോഡിയിലെ സുപ്പീരിയർ വീനാ കാവ ഇൻഫീരിയർ വീനാ കാവ വഴി ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വീണ്ടും എവിടെ ചെല്ലുകയാണ്? ഹാർട്ടിൻ്റെ റൈറ്റ് ഓറിക്കിളിലേക്ക് ചെല്ലുകയാണ്. അതാണ് ഈ ഒരു ഫിഗർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മറ്റ് ഓർഗാനിസങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹയർ ഓർഗാനിസംസ്, അതായത് നമ്മൾ പറഞ്ഞു ഫിഷിന് 2 ചേമ്പേർഡ് ഹാർട്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. റെപ്റ്റൈൽസിനാണെങ്കിൽ 3 ചേമ്പേർഡ് ഹാർട്ടാണ് എക്സെപ്റ്റ് ക്രോക്കഡൈൽസ്. പിന്നെ വരുന്നത് ആരാണ്? മാമൽസിലും ഏവ്സിലുമാണ് 4 ചേമ്പേർഡ് ഹാർട്ട് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 4 ചേമ്പേർഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹയർ ഓർഗാനിസത്തിൽ അവർക്ക് എന്താണ്? മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. കാരണം അവർക്ക് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓർഗാനിസത്തിൽ തന്നെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹോമിയോതേർംസ് എന്നും അതേപോലെ പൊയ്ക്കിലോതേർംസ് എന്നും. അതായത് വാം ബ്ലഡഡും കോൾഡ് ബ്ലഡഡും. അറ്റ്മോസ്ഫിയർ ചേഞ്ചിനനുസരിച്ചിട്ട് ബോഡി ടെമ്പറേച്ചറിനെ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ളവരെ വിളിക്കുന്ന പേരാണ് കോൾഡ് ബ്ലഡഡ് എന്നും. അതേപോലെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് വാം ബ്ലഡഡ് ആനിമൽസ് എന്നും. അപ്പം ഹ്യൂമൻസും ബേർഡ്സും എല്ലാം വരുന്നത് വാം ബ്ലഡഡ് ആനിമൽസിലായതുകൊണ്ട് തന്നെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മെറ്റബോളിക് റേറ്റ് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫിഷസിലൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷസ് ഓക്സിജനെ എടുക്കുന്നത് എങ്ങനെയാണ്? അവർ ഉള്ള വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജനെ അവർ ഇൻടേക്ക് ചെയ്യുന്നു.
ആ ഓക്സിജൻ എന്ന് പറയുന്നത് അവരുടെ ഗിൽസിലൂടെ പാസ് ചെയ്യുമ്പോൾ ഗിൽസ് ഓക്സിജനെ റിസീവ് ചെയ്യുന്നു. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള വാട്ടർ ഗിൽസിലൂടെ തന്നെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ഉള്ളത് കൊണ്ട് ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജനേറ്റഡും ഡിയോക്സിജനേറ്റഡും മിക്സ് ചെയ്താണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഓർഗാനിസത്തിൽ സിംഗിൾ സർക്കുലേഷൻ എന്നാണ് അതിനെ പറയുന്നത്. പക്ഷേ ഹ്യൂമൻസിലും അതേപോലെ എയ്സിലും എല്ലാം 4 ചേമ്പേർഡ് ഹാർട്ട് ആയതുകൊണ്ട് ഓക്സിജനേറ്റഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഇന്റർമിക്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഡബിൾ സർക്കുലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ടിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലൊക്കെയായി സബ്ജക്ട്സ് പഠിക്കാൻ ഭയങ്കര പ്രയാസമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉള്ളൊരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് മതി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാപ്റ്റർ ആയിക്കോട്ടെ, അത് മാത്രമേ സംശയമുള്ളൂങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചിലർക്ക് ചില ചാപ്റ്റേഴ്സ് എല്ലാം ഈസി ആയിരിക്കും, ചില ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും ടഫായിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം പഠിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ CC+ൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.